ഉമ്മച്ചി എപ്പോഴും പറയും പണ്ടൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴേ ചുവന്ന കർട്ടനിങ്ങനെ ലൈറ്റും സൗണ്ടൊക്കെ ഇട്ട് പൊങ്ങി വരുമെന്ന്. നല്ല രസമായിരുന്നു. ഇപ്പൊ എന്താ സാറേ അതൊന്നും ഇല്ലാത്ത? ഇതിന്റെ അകത്തൊക്കെ കയറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സാറ് സമൂസയും പഫ്സ് ഒന്നും കഴിക്കൂലല്ലേ? അമ്മയ്ക്ക് എത്ര വയസ്സായി? ഉമ്മച്ചിക്ക് ഒരു 50-51. പണ്ടൊക്കെ വെറും 3 ഷോ. ഇന്നത്തെ പോലെ 8ഉം 10ഉം ഒന്നും ഇല്ല. മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. വിശേഷ ദിവസവും അവധി ഉണ്ടെങ്കിൽ മോർണിംഗ് ഷോയും. കർട്ടൻ പൊക്കാനും താഴ്ത്താനും ഒക്കെ ഇപ്പോൾ ആർക്കാ നേരം? അതെ 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 അതെ. എന്നാ ശരി, എന്നാ പൊക്കോ. ആ ആ ആ. എന്താണ് കുട്ടിയുടെ മുഖത്തൊരു പ്രകാശം? ഇന്ന് കടുവ കുറച്ചു നേരം മിണ്ടി. എടാ ഭയങ്കര. എന്നിട്ട് നീ നിന്റെ സിനിമ മോഹൊക്കെ പറഞ്ഞോ? യെസ് മാം. C2 സ്ക്രീൻ നമ്പർ 2. താങ്ക് യു. ഇന്ന് ലേറ്റ് നൈറ്റ് ഷിഫ്റ്റാ. ചവിട്ടി ചവിട്ടി എൻ്റെ പരിപ്പിളകും. അതിന് ആര് ചവിട്ടുന്നു? മറിഞ്ഞിരിക്കുന്ന മഹാസത്യത്തെ മുറുകെ പിടിക്കാൻ നന്ദിരിക്കാതെ മറ്റാർക്കിനെ ഹിന്ദുഗോവിനെ സഹായിക്കാൻ മുടങ്ങാതെ കാലത്ത് തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ദേശീയാദശമി. സാർ പണ്ടത്തെ പോലെ 3-4 ആളൊന്നും വേണ്ട ഈ പണിക്ക്. ആ ഒരാൾ തന്നെ ധാരാളമാണ്. അതെ അതെ അതെ. കാർബൺ കട്ട കത്തുന്നുണ്ടോ, ഫോക്കസ് പോയോ എന്നൊന്നും നോക്കണ്ട. ഇവറ്റകളൊക്കെ വളർന്ന് വലുതായി സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായപ്പോൾ തന്തയും തള്ളയും പോലും വേണ്ട. അവിടേക്ക് അങ്ങനെ തുറച്ചു നോക്കി നിൽക്കരുത്. ഈ ഇരുണ്ട കൊടുസുമുറിയിൽ നമ്മൾ തനിച്ചാണെന്ന് അവർക്കറിയാം. ആർക്ക്? അവർക്ക് എത്രയോ കാലമായി
ഈ ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ ലോകം കാണുന്നു. എനിക്കറിയാം മനുഷ്യർ ആരാണെന്ന്, മനുഷ്യ ജീവിതം കഴിഞ്ഞ് അപ്പുറം പോയവർ ആരാണെന്ന്. എന്നുവെച്ചാ പ്രേതങ്ങളാ? കേൾക്കുന്നില്ലേ? നായകളും കുറുനരികളും അലറുന്നതും മുരളുന്നതും. ആ, അതായിരുന്നോ സാറേ? ഞാനങ്ങാകെ പേടിച്ചു പോയി. ഇന്ന് റിലീസ് കൂടല്ലേ, ഫാൻസ് പിള്ളേർ കയറി ഇങ്ങനെ നിരങ്ങത്തില്ലേ? പണ്ടൊക്കെ നമ്മുടെ തുരുത്തിലെ പിള്ളേർ ഓരോ തിയേറ്ററിൽ പോയി കാണിച്ചു കൊടുക്കുന്ന ബഹളം വെച്ച് നോക്കി ഇതൊന്നും ഒന്നുമല്ല. അന്ന് നമ്മുടെ തുരുത്തിൽ അന്ത്രപ്പേർ എന്ന് പറഞ്ഞൊരു അപ്പാപ്പനുണ്ടായിരുന്നു. പുള്ളി സകലമാന കിളികളുടെയും മീനുകളുടെയും ശബ്ദം അടിപൊളിയായിട്ടുണ്ടാക്കും. കടലാമ, കടൽക്കൊക്ക്, തിമിംഗലം. അന്നൊക്കെ ഫിലിം റെപ്രസെൻറ്റേറ്റീവ്മാരെ കുറച്ച് കാശ് കൊടുത്താൽ അങ്ങനെ എതിർ കമ്പനിക്കാരുടെ പടം ഓടുന്ന തിയേറ്ററിൽ പോയിട്ട് മിമിക്രി കാണിച്ച് ആകെ നാശകോശമാക്കും. വെണ്ടുരുത്തിയിലെ നേവിക്കാർ നാട്ടുകാരെ തിയേറ്ററിൽ കയറ്റാത്തത് ഈ അപ്പാപ്പൻ കാരണമാണെന്നാണ് ഉമ്മച്ചി പറയാറ്. എന്താ? പുതിയ പുതിയ പടങ്ങൾ എന്തിനാ വെള്ളിയാഴ്ച റിലീസാവുന്നേ? പറ. വെള്ളിയാഴ്ച രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ ജന്മങ്ങളില്ലേ, അവർക്ക് വന്ന് ചൂടോടെ കാണാനാ. മനുഷ്യനെ മരിക്കൂ. അവരുടെ ആഗ്രഹങ്ങളും തൃഷ്ണകളും അതെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പുറത്തെ ലോകം, ഇപ്പുറത്തെ ലോകം എന്നൊന്നും ആഗ്രഹങ്ങൾക്കില്ല. സാർ എന്നാൽ ഞാൻ പൊക്കോട്ടെ, ഒന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്.